കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി. നമുക്കറിയാം, ഇന്നസെന്റിന്റെ മണ്ഡലമായിരുന്നു ചാലക്കുടി. കാത്തോലിക്ക വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് ചാലക്കുടി. സിറ്റിംഗ് എം പി ബെന്നി ബെഹനാനാണ്. അദ്ദേഹമാണ് UDFിന്റെ പോരാളി. പ്രൊഫസർ രവീന്ദ്രനാഥാണ് LDFിന്റെ സ്ഥാനാർത്ഥി. BDJSലെ KM ഉണ്ണികൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിലേക്ക് സ്വാഗതം. അശ്വിൻ, ചാലക്കുടി വിധി എഴുതാൻ തയ്യാറെടുക്കുന്ന നിമിഷമാണ്. മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ചാലക്കുടി ഇത്തവണ പ്രവചനാതീതമാകാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. സാധാരണഗതിയിൽ ചാലക്കുടി UDFിൻ്റെ ഉരുക്കുകോട്ടയാണ് എന്നൊക്കെ പൊതുവെ പറഞ്ഞു പോന്നിരുന്നു ഇന്നസെന്റിന്റെ മുൻകാലങ്ങളിലൊക്കെ. അതിനുശേഷം ഈ ചാലക്കുടി മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണവും UDFിനൊപ്പം നിൽക്കുന്ന UDFിൻ്റെ ഉരുക്കുകോട്ടകളാണ്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഉരുക്കുകോട്ടകളിൽ ഇളക്കം തട്ടുമോ എന്നുള്ളൊരു ഭയം UDFിനുണ്ട് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, NDAയുടെ സ്ഥാനാർത്ഥിക്കും ഒപ്പം LDFിൻ്റെ സ്ഥാനാർത്ഥിക്കും പുറമെ UDFിന് ഇത്തവണ വെല്ലുവിളിയാകുന്നത് 2020 തന്നെയാണ്. കാരണം 2020യുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുമായും സഭയുമായും ഒക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സഭയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇത്തവണ 2020 ചാലക്കുടിയിൽ ഇറക്കിയിരിക്കുന്നത്. അത് UDFിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് സഭാ വോട്ടുകളുടെയൊക്കെ വലിയ കുത്തൊഴുക്ക് കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ 2020 സ്ഥാനാർത്ഥി പിടിച്ചാൽ അത് LDFിന് ഗുണമാകുമോ എന്നുള്ളൊരു ഭയം UDF ക്യാമ്പിനുണ്ട്. അങ്ങനെ വലിയ ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സാഹചര്യം ഇത്തവണ ചാലക്കുടി മണ്ഡലത്തിലുണ്ട്. സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി, ശക്തമായ ത്രികോണ പോര് നടക്കുന്ന ഒരു മണ്ഡലമായി ചാലക്കുടി ആദ്യഘട്ടത്തിൽ തന്നെ മാറിയിരുന്നു. ബെന്നി ബെഹനാനെ സംബന്ധിച്ച് പ്രചരണത്തിന് വളരെ കുറച്ച് സമയം മാത്രമാണ് കിട്ടിയത്. പക്ഷേ LDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ നടന്നു. ഏറ്റവും കൂടുതൽ സമയം മണ്ഡലത്തിൽ ചെലവഴിക്കാൻ രവീന്ദ്രനാഥിനായി. അതിനും പുറമെ സംസ്ഥാനമൊട്ടുക്കുമുള്ള രവീന്ദ്രനാഥിൻ്റെ വ്യക്തിപ്രഭാവം എന്നുള്ളതൊക്കെ വലിയ തോതിൽ വോട്ടർമാർക്കിടയിൽ സ്വാധീനമാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം LDF ക്യാമ്പിനുണ്ട്. പക്ഷേ രണ്ട് മുന്നണികളും വലിയ വിജയ പ്രതീക്ഷയിലാണ്. ഇത്തവണ ഗ്രാഫ് മുന്നോട്ട് ഉയർത്താനാകുമെന്നുള്ള പ്രതീക്ഷ NDA ക്യാമ്പും വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാലും ഇന്ന് അവസാന ദിവസമാണ്. 3 കേന്ദ്രങ്ങളിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. LDFിൻ്റെയും NDAയുടെയും കൊട്ടിക്കലാശം അങ്കമാലിയിലും ഒപ്പം UDFിൻ്റെ കൊട്ടിക്കലാശം ചാലക്കുടിയിലുമാണ്. അതിനു പുറമെ 2020യുടെ ഉരുക്കുകോട്ടയായ കുന്നത്തുനാട്ടിൽ 2020യുടെ കൊട്ടിക്കലാശവും നടക്കുന്നുണ്ട്. എന്തായാലും ചാലക്കുടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു അരങ്ങായി മാറുമെന്നുള്ളതാണ് SKN പറയാനുള്ളത്. താങ്ക് യു അശ്വിൻ പാലാഴി. അതുപോലെ ജയപ്രകാശിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് ഇന്ന് കൊട്ടിക്കലാശം കീച്ചട്ടെ എന്നാണ്. കീച്ചട്ടെ എന്നൊരു നാടൻ പ്രയോഗം. കീച്ചും, നമ്മൾ കീച്ചും. എരിവും പുളിയും ചോരാതെ 24 നിങ്ങൾക്കൊപ്പം. അതുപോലെ മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നത് 24ൻ്റെ സ്റ്റാർ അവതാരകർ എന്ന് പറയണോ? അപ്പോൾ എല്ലാവരും സ്റ്റാർ അല്ലേ എന്ന് ചോദിക്കും. എല്ലാവരും സ്റ്റാറാണ്. അപ്പോൾ അതിനകത്തൊരു ഏറ്റക്കുറച്ചിലൊക്കെ കാണുമല്ലോ എപ്പോഴും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവരുടെ ജനസമിതിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ അവതാരകർ എന്ന് പറയുന്നത്. സ്റ്റാർ അവതാരകർ എല്ലാം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കലാശക്കൊട്ടിൻ്റെ ഓരോ പൊലിമയും ഓരോ ദൃശ്യവിന്യാസവും പ്രേക്ഷകർ എത്തിച്ചു നൽകാനുള്ള ആവേശത്തിലാണ് അവരെല്ലാവരും തന്നെ. നമ്മുടെ റിപ്പോർട്ടേഴ്സും വിവിധ മണ്ഡലങ്ങളിൽ